ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത് ചെറിയ കാര്യമാണോ? സ്നേഹം, ആനന്ദം, സമാധാനം, നന്മ, വിശ്വസ്തത, ഇതെല്ലാം ആക്റ്റീവാകും. പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ ഈശോയും ഞാനും ഒരു കോമൺ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പം ഈശോ ഫയൽ ട്രാൻസ്ഫറിങ് എളുപ്പമായി. ഈശോ പറയുന്നത് എനിക്കും കേൾക്കാം, ഞാൻ പറയുന്നത് ഈശോയും കേൾക്കാം. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ മാമോദീസയിലൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുന്നൊന്നുമില്ല. പാപം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു പോകുന്നൊന്നുമില്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ തരികയും ചെയ്യും. ഈ എന്നേക്കും പരിശുദ്ധാത്മ നമ്മുടെ കൂടെ. നമ്മൾ പാപം ചെയ്താൽ ഇതിങ്ങനെ ഡീആക്ടിവേറ്റ് ആയി പോകുമായിരിക്കും. പാപം ചെയ്ത് 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 ഡീആക്ടിവേറ്റ് ആവും. പക്ഷെ ഇത് പോകത്തില്ല. പരിശുദ്ധം ഉണ്ട്. ഇന്നലെ ഒരു ചോദിച്ചു, ഈ പാപം ചെയ്താൽ പോവോ, പിന്നെ എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചു. പോകത്തൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഡീആക്ടിവേറ്റ് ആവും. കാരണം പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ പരിശുദ്ധം ഉണ്ടെന്ന് അറിയുന്നില്ലല്ലോ, പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു ബോധ്യം ഉണ്ടാവണം. പാപം ചെയ്താൽ പരിശുദ്ധം പോകത്തില്ല. പാപം ചെയ്താലും നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും പരിശുദ്ധ വരുമ്പോൾ. അതായത് ഞാൻ പാപം ചെയ്യുന്നു എന്നൊരു പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുള്ളൂ. പാപം ചെയ്യുന്ന ഒരു പാപബോധം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പാപബോധം ഉണ്ടെങ്കിലേ. അപ്പൊ എനിക്ക് പാപബോധം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അല്ലേ? അല്ലെങ്കിൽ പരിശുദ്ധാത്മ പക്ഷെ പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ പാപത്തെക്കുറിച്ച് ഇങ്ങനെ ബോധ്യപ്പെടുത്തി തരുന്നയാള്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കണം. പിന്നെ പരിശുദ്ധാത്മ ഒരു വചനമാണ്, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മ മുഖേന അല്ലാതെ പറ്റത്തില്ല. അതായത് ഈശോയെ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മ വേണം. അത് ഈശോ എന്റെ കർത്താവാണ്, എന്റെ കർത്താവാണെന്ന് എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നമുക്ക് പലപ്പോഴും ഈശോയെ ഇങ്ങനെ ഒരു കർത്താവായിട്ട് കാണാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്കിങ്ങനെ നമ്മളതിനെ ശരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. പിന്നെ വചനമുണ്ട്, നിങ്ങൾ ഈ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈശോയെ ഇങ്ങനെ അപ്പാ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ ഈശോയായിട്ട് നമ്മൾ പറയാമല്ലോ, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ റോമ 5:5 പരിശുദ്ധാത്മാവിനോട് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ദൈവത്തിന്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മളിങ്ങനെ ആക്റ്റീവ് ആക്കുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞു ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പിന്നെ ഈ വചനത്തിൽ പറഞ്ഞ സാധനമുണ്ട്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്ക് നിങ്ങൾ വസിക്കുക. യേശുക്രിസ്തുവിനെ മരിച്ചവരും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ ജീവൻ പ്രദാനം ചെയ്യും. അതായത് ഈശോയെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ ഈ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അത് ചെറിയ കാര്യമാണോ? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ്. അപ്പൊ ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഈ കുഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഈ ഡോമിനിക്കച്ചൻ പറയുന്നൊരു സാധനമുണ്ട്. ഡോമിനിക്കച്ചൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഡോമിനിക്കച്ചൻ നേരെ മുറിയിലോട്ട് കയറും. മുറി കയറി വചനങ്ങളൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മ നിറവിനായിട്ട് അങ്ങ് സ്തുതിക്കും. ഇതങ്ങ് സ്തുതിച്ച് കഴിയുമ്പോഴേക്കും എന്ത് ബുദ്ധിമുട്ടാണേലും അത് മാറിപ്പോകും. കാരണം ഡോമിനിക്കച്ചൻ ഉറപ്പുണ്ട്, ഉള്ളിൽ കിടക്കുന്ന നമ്മളിങ്ങനെ ഈ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ഇടപെടാൻ അവസരം കൊടുക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ആക്റ്റീവ് ആകും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആക്റ്റീവ് ആകും. പരിശുദ്ധാത്മാവ് ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, നന്മ, ഇതെല്ലാം ആക്റ്റീവ് ആകും. ഈ സ്നേഹം, ആനന്ദം, സമാധാനം, നന്മ, വിശ്വസ്തത, ഇതെല്ലാം അങ്ങ് ആക്റ്റീവ് ആകും. ഇതങ്ങ് ആക്റ്റീവായിട്ട് അങ്ങ് പറക്കും. ഇതങ്ങ് പറന്ന സ്നേഹം നിറയും, ആനന്ദം നിറയും, സമാധാനം നിറയും, ഇതെല്ലാം അങ്ങ് നിറയും. ഇതങ്ങ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ആക്റ്റീവായ പിന്നെ വിഷയമില്ല, എന്ത് പ്രശ്നമാണെങ്കിലും മാറിപ്പോകും. അപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് ഇങ്ങനെ ഒരു ഭയങ്കര വചനമുണ്ട്. അതായത് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് അഭിലഷിക്കുന്ന ഒരു വചനമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് അഭിലഷിക്കുന്നു. അതായത് ദൈവം പോലും അസൂയോട് നോക്കുവാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ അസൂയോട് നോക്കുവാണ്. അത്രമാത്രം ശക്തമായ ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തവയിലും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ ഈശോ ചെന്ന് ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉദ്ധാനത്തിന്റെ യോഗ്യതയാലെയാണ് ഈശോ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് തരുന്നത്. ആ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോഴേക്കും ഈശോ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പൊ അതിനേക്കാളും വലിയ കാര്യങ്ങൾ എന്താ? ചുമ്മാ ആലോചിച്ച് നോക്കാം. എന്താ നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളില് ഈശോ ഭയങ്കര കാര്യങ്ങൾ പറയുന്നത്. പരിശുദ്ധാത്മ കിട്ടുവാണെങ്കിലേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്, നമ്മളിത് അറിയുന്നില്ല. അറിയാവുന്ന ആൾക്കാർ ഇങ്ങനെ ഭീകരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ടെൻഷനൊക്കെ അടിച്ച് ബുദ്ധിമുട്ട് നടക്കുന്നു. ചില ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട്
കൈ ഉയർത്തുമ്പോൾ തന്നെ ആൾക്കാർ വീഴുന്നു. അങ്ങനെ വീഴ്ത്താൻ വേണ്ടിയല്ല കേട്ടോ. നമുക്കിങ്ങനെ ഈശോ പറഞ്ഞില്ലേ, എന്റെ എന്റെ വചനം പാലിക്കാൻ എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈശോ പരിശുദ്ധാത്മ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. ഓരോ വചനങ്ങളും പാലിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. ഈശോ പറയുന്നു, പരിശുദ്ധം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും സകല വചനങ്ങളും നമ്മളൊക്കെ പാലിപ്പിക്കാൻ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. വചനം പാലിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മ ഉള്ളിൽ ഉണ്ടെന്നുള്ള ബോധ്യം തിരിച്ചറിഞ്ഞിട്ട് അതിനെ അങ്ങ് ആക്ടിവേറ്റ് ആക്കുക, പരിശുദ്ധാത്മാവിനെ. അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ ഒരാൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ, അതായത് ഇന്ന് കേട്ട സാധനമാണേ, പണ്ട് ദാവീദ് ഗോലിയാത്തിനെ അടിച്ച് കല്ലെറിഞ്ഞു, പൊട്ടിച്ചു. പക്ഷേ നമ്മളാണെങ്കിൽ, അതായത് നമ്മളാണെങ്കിൽ നമ്മൾ ഗോലിയാത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചേ, ഗോലിയാത്ത് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗോലിയാത്തിനെ മാനസാന്തരപ്പെടുത്തണം എന്നാണ്. നമ്മൾ ഗോലിയാത്തിനെ മാനസാന്തരപ്പെടുത്തണം. അതാണ് സാധനം. നമ്മൾ ഗോലിയാത്തിനെ മാനസാന്തരപ്പെടുത്തണം. ഇത് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാവുക. വീട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ, അതായത് നിങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം, ഒരു പ്രശ്നം നടക്കുക, എങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ പറ്റും? കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. കാരണം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് സമാധാനം തരുന്ന സാധനമാണ്. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ സമാധാനം സ്ഥാപിക്കാൻ പറ്റണം. നമുക്ക് ജ്ഞാനസ്നാനം വഴി പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ജീവിച്ച് വളർന്ന് ഈ ഒരു പ്രോസസ്സിൽ നമ്മള് ഈ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. അപ്പം നമുക്ക് നൽകപ്പെട്ട ഈ ഒരു ഫ്രാഗ്മെന്റ് ഓഫ് ജീസസ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ഓഫ് ഗോഡ് വന്നിട്ട് ഡോർമെന്റ് ആവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ എഫേർട്ട് എടുക്കുമ്പോൾ സക്കേവൂസ് എന്താ ചെയ്തേ? അവന് യേശുവിനെ കാണണം എന്നൊരു ചെറിയൊരു ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് അവൻ എടുത്ത എഫേർട്ട് എന്താ? ഫിഗ് ട്രീയുടെ മേളിൽ കയറിപ്പോയിരുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈശോ എന്താ ചെയ്തത്? അവന്റെ ഭവനത്തിന് ഒരു രക്ഷ കൊടുക്കുക ചെയ്തേ. അവൻ ഫുള്ളി മാനസാന്തരപ്പെടുക ചെയ്തേ. അപ്പം ഇതെല്ലാം ഒരു ആഗ്രഹത്തിന്റെ പുറത്താ ഉണ്ടാവുന്നത്. ഈ പരിശുദ്ധാത്മാവ്, എന്തിനാ പരിശുദ്ധാത്മാവ്? എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ ഈശോയും ഞാനും ഒരു കോമൺ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പം ഈശോ ഫയൽ ട്രാൻസ്ഫറിങ് എളുപ്പമായി. ഈശോ പറയുന്നത് എനിക്കും കേൾക്കാം, ഞാൻ പറയുന്നത് ഈശോയും കേൾക്കാം. ഒരു കോമൺ നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇതെങ്ങനെയാ നമുക്ക് ആക്കാൻ പറ്റുന്നത്? എങ്ങനെയാ? പറ്റത്തില്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. നമുക്ക് എല്ലാവർക്കും ജ്ഞാനസ്നാനത്തിൽ കിട്ടിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഈ സക്കേവൂസിനെ പോലെ എനിക്ക് ഈശോയോട് സംസാരിക്കണം എന്നൊരു ആഗ്രഹത്തിന്, ഈ ആഗ്രഹം കാണുമ്പോൾ ഈശോ പതുക്കെ പതുക്കെ നമുക്ക് ആ റെസ്പോൺസ് തരാൻ തുടങ്ങും. ഈശോ കുറെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം ഈ വേൾഡിന്റെ നോയ്സിൽ നമ്മൾ ട്രാപ്ഡാ, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഈ ആഗ്രഹം കാണിക്കുമ്പോൾ പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നത് വേറൊരു കാര്യം, വചനം എത്രമാത്രം വായിക്കാവൂ, അല്ലെങ്കിൽ വചനം വായിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വചനം പഠിക്കണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ആഗ്രഹത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നും വേണ്ട. നമുക്ക് കഴിവോ എനിക്കൊക്കെ ആണെങ്കിൽ ഫിഗേഴ്സ് ഒന്നും ഓർത്തിരിക്കാനേ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഈശോ എടുത്ത് പറഞ്ഞെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് എങ്കിലും, ആ വേഴ്സെങ്കിലും ഓർത്തിരിക്കാൻ എന്നെ സഹായിക്കണം. വേഴ്സും ചാപ്റ്ററും നമ്പറൊക്കെ എനിക്ക് മറന്നു. അങ്ങനെ ബുക്കും അങ്ങനെ. അപ്പം ഈശോ അതിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് വരും മനസ്സിൽ. അത് പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലിങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നെക്സ്റ്റ് മൊമെന്റില് വചനത്തിലൂടെ ഈശോ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അപ്പം നമുക്ക് എവിടെയും പ്രോബ്ലത്തിന് സൊല്യൂഷന് വേണ്ടി മനുഷ്യന്റെ അടുത്തേക്ക് ഓടേണ്ട ഒരു ആവശ്യമില്ല. ഈശോ തന്നെ ഫ്രം ദി എറ്റേണൽ, അവിടുന്ന് തന്നെ നമുക്ക് ആ സൊല്യൂഷൻ കിട്ടുക. പിന്നെ എന്താ നമുക്ക് വേണ്ടത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയായിരുന്നു, ഈശോയെ ഞാൻ ഭയങ്കര ലോയൽ അല്ലല്ലോ, എനിക്ക് ഭയങ്കര സ്പിരിച്വൽ ഡ്രൈനസ് വരുക, 2 ദിവസം ഞാൻ പ്രാർത്ഥിക്കും, 3-ാമത്തെ ദിവസം ഞാൻ വീഴും. ഇങ്ങനെയാണെങ്കിൽ ഈശോക്ക് ഇങ്ങനത്തെ ഒരാളെ വേണ്ടല്ലോ, പിന്നെ എന്തിനാ നീ എന്നെ സെലക്ട് ചെയ്തേ? അല്ലെങ്കിൽ എന്നെ ക്രിസ്ത്യൻ പോലും ആക്കണ്ടായിരുന്നല്ലോ, ഇതിലും ലോയൽ പീപ്പിൾ ഒക്കെ വേറെ മതത്തിലൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ചോദിച്ചപ്പോ നെക്സ്റ്റ് സെക്കൻഡ് എനിക്ക് വന്നത്, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇങ്ങനെ. അപ്പം വചനം ആഗ്രഹിക്കുമ്പോൾ ഈശോയ്ക്ക് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമുക്ക് പ്രേരണ തരും, ഇത് ചെയ്യ്, അത് ചെയ്യണ്ട. അത് നമുക്ക് ഇങ്ങനെ ഡിസേൺ ചെയ്തെടുക്കാൻ പറ്റും, ആഗ്രഹിച്ചാൽ മാത്രം മതി. പിന്നെ എനിക്കിങ്ങനെ ഈ ഒരു വീക്കിൽ കിട്ടിയൊരു തോട്ടാണ്, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളെല്ലാവരും വി ആർ ഓൾ ലിറ്റിൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് ജീസസ്. ഈ പിതാവിന്റെ, ദൈവത്തിന്റെ, ഗോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആണ് നമ്മള്. അതുകൊണ്ടാവാം നമ്മൾ ഒരുമിച്ച് വരുമ്പോ വി സീ ജീസസ് അമംഗ്സ്റ്റ് അസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ ഈശോ അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഈശോയുടെ ഓരോ ഫ്രാഗ്മെന്റ്സാ. നമുക്ക് ഓരോ ആൾക്കാർക്കും ഈശോയുടെ സ്വഭാവത്തിന്റെ ഓരോ പാർട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കാനുള്ള വരം, വിവേചിച്ചറിയാനുള്ള വരം, ഭാഷാവരം, ഇതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം എനിക്കും കൂടെ തരണേന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈശോ ഓക്കെ നിനക്ക് വേണോ, ശരി ഞാൻ എന്റെ സ്വഭാവത്തിന്റെ ആ പരട് നിനക്ക് തരാം. അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ ഫെലോഷിപ്പിൽ അതാ മാജിക് അല്ല, മിറക്കിൾ വരുന്നതിന്റെ കാര്യം ഇതാ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോ ആ ഈശോയുടെ സ്വഭാവങ്ങളെല്ലാം ഫില്ലാവുക. അപ്പൊ ഈശോ നമ്മളിൽ ഉണ്ടാവുക. വി ആർ ഓൾ ദോസ് ലിറ്റിൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഗോഡ് എന്ന് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് വരുക. ഞാനിപ്പോ ഫ്രൈഡേ കുർബാനയ്ക്ക് പോയപ്പോ ഇവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഓസ്തി കൊടുക്കുക, ഈശോനെ കൊടുക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഈശോ തീർന്നു പോവോ, കാരണം അത്രയും ജനമുണ്ട്, 3 അച്ഛന്മാരെ സെർവ് ചെയ്യുന്നുള്ളൂ, ഈശോ തീർന്നു പോവോ, എനിക്ക് കിട്ടത്തില്ലേ, ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്റെ മനസ്സിൽ വരുക. അപ്പൊ പെട്ടെന്ന് നെക്സ്റ്റ് മൊമെന്റിൽ ആൻസർ വന്നത് യു ഹാവ് എ ബിഗ് ഗോഡ്, എല്ലാവർക്കും ഈശോനെ കിട്ടും, ഹി ഈസ് സോ ഹ്യൂജ്, എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഈശോനെ തന്നെ കൊടുക്കാൻ റെഡിയാ. നമ്മൾ എന്ത് വേണം ആഗ്രഹിക്കണം. ഞാൻ ഈ മനസ്സിൽ ആൻസർ വന്നല്ലോ, ഈ ആൻസർ വന്നപ്പോ കുറെ ആന്റിമാർ എന്നെ പുഷ് ചെയ്ത് അവര് ഫ്രണ്ടിലോട്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി അവർക്ക് എന്നെക്കാട്ടിലും ആഗ്രഹമുണ്ട്, അവർ പൊക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ഈശോനെ തരുവോ, ഈശോനെ കിട്ടുവോ, അങ്ങനെ ഈശോ തീർന്നു പോവോ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നപ്പോ ഉടനെ അവിടെ ഒരു ലൈൻ ഫിനിഷ് ആയി, വേറൊരു അച്ഛൻ എന്റെ മുമ്പിൽ വന്ന് നിന്നു ഈശോനെ തന്നു. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിന് ഈശോ എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടോ. നമുക്ക് ഇതൊക്കെ ലിറ്റിൽ തിങ്സ് ആ, പക്ഷെ ഈശോയ്ക്ക് ഈശോ ഹി വിൽ സ്റ്റാർട്ട് വാല്യൂയിങ് വാട്ട് വി ലവ്. അപ്പം നമ്മൾ എന്തിന് വാല്യൂ കൊടുക്കുന്നോ അതേ രീതിയിൽ ഈശോ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും.